അന്തംകമ്മി SHOയെ പരസ്യമായി മാനഭംഗപ്പെടുത്തി അബിൻ വർക്കി. മലപ്പുറത്ത് ദേശീയ പാത തകർന്ന സംഭവത്തിൽ പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തി. മലപ്പുറം കൊഹിനൂരിലെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള KNRC ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടുകൂടി സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവരെ ബലം പ്രയോഗിച്ച് നീക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് സംഘർഷത്തിനും ഇടയാക്കുകയുണ്ടായി. അതിനിടെ അബിൻ വർക്കിയെയും ഒപ്പം തന്നെ മുഴുവൻ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനായിരുന്നു പോലീസിനുള്ള നിർദ്ദേശമെന്ന് പറയപ്പെടുന്നത്. എന്നാൽ സ്ഥലത്ത് വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ പരിപാടി മലപ്പുറത്ത് നടക്കുന്നതിനാൽ കൂടുതൽ പോലീസ് അവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കൂടുതലായിട്ട് അവിടെ എത്തിയതിനാൽ ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷം ആദ്യഘട്ടത്തിൽ തടയാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഓഫീസിലേക്ക് കയറാൻ ശ്രമം നടത്തിയത്. സ്ഥലത്ത് ബാരിക്കേഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. ഇത് പ്രവർത്തകരെ ഓഫീസിനുള്ളിലേക്ക് കയറുവാൻ സഹായിക്കുകയും ചെയ്തു. തുടർന്ന് കൂടുതൽ പോലീസ് എത്തി സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല എന്നും തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിലെ മണ്ണിടിച്ചിലും വിള്ളലിലുമൊക്കെ വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത്. റോഡ് ഇടിഞ്ഞു താണാതെ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് സർക്കാരുകൾക്കും. മുന്നറിയിപ്പുകളും പ്രാദേശിക ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും തള്ളിയാണ് ദേശീയപാത അതോറിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് എന്നുള്ളത് കൂടി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്നാണുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആഴത്തിൽ മണ്ണ് നീക്കിയതും ഒപ്പം തന്നെ ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയതുമായിട്ടുള്ള നിർമ്മാണം ശാസ്ത്രീയമല്ല എന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദേശീയപാത വികസനവും തങ്ങളുടെ നേട്ടമെന്ന് മേനി പറഞ്ഞ് നടന്ന പിണറായി സർക്കാരിനും ഈ വിള്ളൽ കടുത്ത തിരിച്ചടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തങ്ങൾ സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്ത് നൽകി എന്നതാണ് നേട്ടമായിട്ട് പറഞ്ഞു നടന്നത്. എന്നാൽ വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായതോടെ ആകെപ്പെട്ടതും മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമാണ്. നിർമ്മാണത്തിലെ വീഴ്ച എന്ന് പറഞ്ഞ് വിമർശിച്ചാൽ അത് കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ച് ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിക്കും എതിരാകുമെന്നും അറിയാം. അപ്പോൾ ഇതോടെ മയത്തിൽ വിമർശനമെന്ന ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. അതായത് തിരുവനന്തപുരത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ക്ലിഫ് ഹൗസിലെ സന്ദർശനം പോലും പതിവാണ്. അതായത് RSS CPM ധാരണയുടെ പാലം എന്നുവരെ ഈ ബന്ധത്തിനെതിരെ വിമർശനം ഉയർന്നിട്ടുമുണ്ട്. അപ്പോൾ ദേശീയപാതയിലെ വിള്ളലിൻ്റെ പേരിൽ ഈ ബന്ധത്തിൽ ഒരു വിള്ളൽ മുഖ്യമന്ത്രിയും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും മകൾ വീണയ്ക്കെതിരെ ദേശീയ ഏജൻസികൾ ഇങ്ങനെ വട്ടമിട്ട് കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ അന്തംകമ്മി SHOയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന അബിൻ വർക്കിയുടെ വാക്കുകൾ കേൾക്കുക. മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഹാരിസ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ കഴിഞ്ഞ 4 ദിവസമായി കാലാവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ മഴ പെയ്തപ്പോഴേക്കും കേരളത്തിലുടനീളം നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ കഴിഞ്ഞ ദിവസം കൂരിയാടുണ്ടായെങ്കിൽ പിന്നീട് ഈ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 2 ദിവസമായി നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുകയാണ്. ഇന്ന് എടരിക്കോട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഗുണനിലവാരത്തിലുണ്ടായ അപാകതയാണ് എന്നുള്ളതിൽ യൂത്ത് കോൺഗ്രസിന് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ മാതൃകാപരമായ ഒരു സമരം നടത്തുന്നത്. ആ സമരം നടത്തുന്നത് തന്നെ ഞങ്ങൾ ആ കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ ഓഫീസിലേക്കാണ്. കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ ഓഫീസിൽ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസിന് നോവുന്നത് എന്തിനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാലേ ഞങ്ങൾ സമരം ചെയ്തത് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയുടെ മുമ്പിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നിന്ന് 100 മീറ്റർ അപ്പുറയാണ് കൂരിയാട്. ആ പാലം തകർന്നു വീണ് റോഡിൽ വിള്ളലുണ്ടായത്. പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു യുവജന സംഘടന ചോദിക്കുന്നത് തെറ്റാണോ? അപ്പോഴാണ് ഇവിടുത്തെ ഒരു SHO, പിണറായിയുടെ എച്ചിൽ നിൽക്കുന്ന കാക്കിയിട്ട ഒരു SHO, ആ SHO വന്ന്
ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാൻ നോക്കുവാണ്. അവൻ പറയണടുത്ത് ഞങ്ങൾ സമരം നടത്തണം, അവൻ പറയണടുത്ത് ഞങ്ങൾ തുടങ്ങണം, അവൻ പറയണടുത്ത് ഞങ്ങൾ തീർക്കണം. എടോ SHO, അതൊക്കെ അങ്ങ് പിണറായിയുടെ വാലാട്ടികളുണ്ടല്ലോ DYFI, അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ അടുത്തിട്ട് വേണ്ട. എന്നിട്ട് അവൻ എടോ പോടോ വിളി, അവർ അടിച്ചങ്ങ് ശരിയാക്കും. അടിക്കാനിങ്ങ് വാടോ, അടി ഒരുപാട് കണ്ടതാ, അടി ഒരുപാട് കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ സമരത്തിൽ നിന്നൊന്നും ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല. ഈ സമരം ഇത് നാടിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ 14 റീൽസ്, ഈ മലപ്പുറം ജില്ലയിലൂടെ 14 റീൽസ് എടുത്തു കേരളത്തിലെ PWD വകുപ്പ് മന്ത്രി, 3 റീൽസ് എടുത്തു കേരളത്തിലെ മുഖ്യമന്ത്രി. ഈ റോഡ് പൊളിഞ്ഞതിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം ഈ PWD മന്ത്രിയോ ഈ മുഖ്യമന്ത്രിയോ ഈ റോഡിൻ്റെ അയൽവക്കത്ത് വന്നിട്ടുണ്ടോ? ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഈ റോഡിൻ്റെ അയൽവക്കത്ത് വന്നിട്ടുണ്ടോ? അതും മാത്രമല്ല, PWD മന്ത്രി പറഞ്ഞെന്താ, ഞാനും PWDയുടെ ടീമും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഞങ്ങളെല്ലാം ഒന്നിച്ച് എല്ലാ ആഴ്ചയും ചെന്ന് ഇൻസ്പെക്ഷൻ നടത്തുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ റോഡിലെല്ലാം പോകും, ഇൻസ്പെക്ഷൻ നടത്തും, റോഡിൻ്റെ പണി ശരിയായ വിധത്തിലാണോ എന്നറിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശരിയായ വിധത്തിലാണോ എന്നറിഞ്ഞ് റോഡിൽ ഇൻസ്പെക്ഷൻ നടത്തി കേരളത്തിലെ PWD വകുപ്പ് മന്ത്രി റീൽസും എടുത്ത് ക്രെഡിറ്റ് അടിക്കാൻ നിന്നിട്ട് ഇന്ന് ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മന്ത്രിക്ക് കഴിയാത്തത് എന്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ? നിങ്ങൾ പറ. യൂത്ത് കോൺഗ്രസ് എന്നുള്ളൊരു യുവജന സംഘടന ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ? ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കൂരിയാട് ഒരു അല്പം കൂടി മാറിയായിരുന്നെങ്കിൽ 3 ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. 2 കാറുകൾ, ആ 2 കാറുകളുടെ മേലേട്ടാണ് ആ പാലം ഇടിഞ്ഞു വീഴുന്നത്. കാഞ്ഞങ്ങാട് തന്നെ സംഭവം ഉണ്ടായി. ഈ മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ സംഭവം ഉണ്ടായി. ഇപ്പോൾ ഏതായാലും ക്രെഡിറ്റ് അടിച്ചു ആരുമില്ല, ക്രെഡിറ്റ് അടിച്ചവരാരുമില്ല. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയപാതയാണ്. മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും പറഞ്ഞു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ദേശീയപാതയാണ്. പക്ഷേ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആണെന്നാണ്. പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ റിയാസ് പറയുന്നത് ഞങ്ങൾക്ക് ഒരു റോളുമില്ല, ഇത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടത്തുന്നതെന്നാണ്. ഈ ചക്കളത്തി പോരാട്ടവും ഇവരുടെ ക്രെഡിറ്റ് അടിക്കാനുള്ള ഈ ഒരു വ്യഗ്രതയുമാണ് ഇന്നിവിടെ പൊളിഞ്ഞു വീഴുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ PWD വകുപ്പ് മന്ത്രി ഏതു വിധേനയും ഈ വർക്ക് മഴ പെയ്താലും മഴ തീർന്നില്ലെങ്കിലും ഇത് തീർക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പണിയുടെ ഗുണനിലവാരം പരിശോധിച്ചില്ല. ഈ പണി ഈ കേരളത്തിലുടനീളം പണിതതിൻ്റെ ഗുണനിലവാരം പരിശോധിച്ചിട്ടില്ല. മണ്ണ് മാഫിയ സംഘത്തിന് മണ്ണെടുക്കാൻ കൊടുത്തു, മണ്ണെടുത്തത് കോമ്പാക്ട് ചെയ്തില്ല. അങ്ങനെ കോമ്പാക്ട് ചെയ്യാത്ത 100 കണക്കിന് സ്ഥലങ്ങൾ ഈ ദേശീയപാതയുടെ സൈഡിലും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെയ്തത് കാലവർഷം തുടങ്ങിയിട്ടില്ല. കാലവർഷം തുടങ്ങിയാൽ ഇനി പെയ്യാൻ പോകുന്നത് പേമാരിയാണ്. ആ പേമാരിയിൽ ഈ ദേശീയപാതയുടെ എവിടെയൊക്കെ പൊളിയുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അപ്പോൾ ആ ആശങ്ക കൂടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത്. ഈ സമരത്തിൻ്റെ പ്രധാന ആവശ്യം ദേശീയപാതയുടെ ഗുണനിലവാരം പുനർപരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ പണിതിരിക്കുന്ന ദേശീയപാതയുടെ ഗുണനിലവാരം പുനഃപരിശോധിക്കണം. എല്ലായിടത്തും സോയിൽ ടെസ്റ്റിംഗ് നടത്തണം, എല്ലായിടത്തും ബിറ്റുമൻ ടെസ്റ്റിംഗ് നടത്തണം, യഥാർത്ഥത്തിലുള്ള കോമ്പാക്ഷൻ നടത്തിയിട്ടുണ്ടോ എന്നറിയണം. ഈ ആവശ്യം ഉന്നയിക്കുന്നവർ തെറ്റാണോ? ഒരു മഴ വരുന്നതിന് മുമ്പ് ഈ ദേശീയപാതയുടെ ഗുണനിലവാരം ഇപ്പോഴുണ്ടായ അപകടത്തിൻ്റെ പേരിൽ പുനർപരിശോധിക്കണം എന്ന് പറയുന്നത് തെറ്റാണോ? ഇത്രയും ന്യായമായ ആവശ്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുക. പക്ഷെ കേരളത്തിലെ പോലീസിനോടൊന്ന് പറഞ്ഞേക്കാം, ഇതിപ്പോൾ മെയ് മാസമായി, കൃത്യം 1 വർഷത്തോടെ കഴിഞ്ഞ് ഈ കേരളത്തിൽ മെയ് മാസത്തിൻ്റെ പൊൻപുലരിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് കേരളത്തിൻ്റെ രാജ്ഭവനിൽ UDFിൻ്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം നിന്നെയൊക്കെ ഞങ്ങൾ പകരം ചോദിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കേരളത്തിലെ പിണറായിയുടെ 2 ഉണക്ക പോലീസും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ ചേർന്ന് ഇവിടുത്തെ ധാർമ്മികമായ ന്യായമായ സമരത്തെ അടിച്ചൊതുക്കാം എന്നാണ് നോക്കുന്നതെങ്കിൽ നടക്കാൻ പോകുന്നില്ല. ഈ സമരം ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഞങ്ങൾ ഈ ഓഫീസിലേക്ക് വന്ന് ഞങ്ങളുടെ സമരം അറിയിക്കുകയാണ്. പക്ഷേ ഈ സമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. നാളെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മുമ്പിലേക്കും അതുപോലെ PWD വകുപ്പ് മന്ത്രിയുടെയൊക്കെ മുമ്പിലേക്കും സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടും. അതിനുള്ള സാഹചര്യം ഒഴിവാക്കി ഈ നാട്ടിൽ ദേശീയപാതയുടെ ഗുണനിലവാരം പുനഃപരിശോധിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം സംഘടിപ്പിച്ച മലപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.